വേദകാലഘട്ടത്തിന്റെ അവസാനമായപ്പോഴേക്കും ആര്യന്മാരുടെ അധിനിവേശങ്ങൾ ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻസിൽ വ്യാപിക്കുകയും ജനപദങ്ങൾ എന്ന പേരിൽ അവർ വളരുകയും ചെയ്തു. മഗധ സാമ്രാജ്യം ഗംഗാനദിയുടെ ഫലഭൂയിഷ്ഠമായ തീരത്താണ് വളർന്നു വന്നത്. ഹാര്യങ്ക, ശിശുനാഗ, നന്ദ ഡൈനാസ്റ്റികളുടെ പിന്തുണ മഗധയുടെ വളർച്ചയ്ക്ക് വികസനത്തിനും സഹായം ആയിട്ടുണ്ട്. ഏകദേശം 326 BC അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യ കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ മഗധ ഭരിച്ചിരുന്നത് നന്ദാസ് ആയിരുന്നു. ചാണക്യനെ അപമാനിച്ച നന്ദ ഭരണാധികാരികളെ അട്ടിമറിച്ച് ചന്ദ്രഗുപ്തൻ BC 321 പാടലീപുത്ര തലസ്ഥാനമാക്കി മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. പഞ്ചാബ്, ഗുജറാത്ത്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങൾ ചന്ദ്രഗുപ്ത പിടിച്ചടക്കുകയും ഗ്രീക്ക് റൂളറായിരുന്ന സെലൂക്കസ് നിക്കേറ്ററിനെ 305 BC പരാജയപ്പെടുത്തുകയും ചെയ്തു. 25 വർഷത്തെ ഭരണത്തിന് ശേഷം ചന്ദ്രഗുപ്തൻ ജൈനമത വിശ്വാസിയായി തീരുകയും സാമ്രാജ്യം മകനായ ബിന്ദുസാരയ്ക്ക് കൈമാറുകയും ചെയ്തു. അദ്ദേഹമാണ് പിന്നീട് മൗര്യ സാമ്രാജ്യം ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിപ്പിച്ചത്. ഏകദേശം 2300 വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രഗുപ്തൻ സ്ഥാപിച്ച മൗര്യ സാമ്രാജ്യത്തിന്റെ പിന്തുടർച്ചക്കാരനാണ് അശോക ചക്രവർത്തി. ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാര വിദൂഷകനായ ചാണക്യൻ അഥവാ കൗടില്യന്റെ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. മൗര്യ ഒരു ഡൈനാസ്റ്റി അഥവാ രാജവംശം ആണ്. ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ തുടർച്ചയായി ഭരണാധികാരികളാകുന്നതാണ് ഡൈനാസ്റ്റി അഥവാ രാജവംശം. ഈ രാജവംശത്തിലെ പ്രധാനപ്പെട്ട 3 ഭരണാധികാരികളായിരുന്നു ചന്ദ്രഗുപ്ത, അദ്ദേഹത്തിന്റെ മകൻ ബിന്ദുസാര, ബിന്ദുസാരയുടെ പുത്രൻ അശോക തുടങ്ങിയവർ. മൗര്യ സാമ്രാജ്യത്തിൽ നിരവധി നഗരങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ ചിലതാണ് തലസ്ഥാനമായിരുന്ന പാടലീപുത്ര, തക്ഷില, ഉജ്ജയിൻ തുടങ്ങിയവ. തക്ഷില വടക്കു പടിഞ്ഞാറോട്ടുള്ള ഒരു വാതിൽ പോലെ നിന്നിരുന്നു. കൂടാതെ സെൻട്രൽ ഇന്ത്യയിലേക്ക് കടക്കുന്നത് ഈ വഴിയിലൂടെയായിരുന്നു. നോർത്തിൽ നിന്നും സൗത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള നഗരമായിരുന്നു ഉജ്ജയിൻ. വ്യാപാരികളും ഉദ്യോഗസ്ഥരും കരകൗശല വിദഗ്ധരും താമസിച്ചിരുന്നത് ഈ നഗരത്തിൽ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ള ഏരിയകളിൽ താമസിച്ചിരുന്നത് കർഷകരും ഇടയന്മാരുമായിരുന്നു. അത്തരത്തിലുള്ള ഏരിയയാണ് സെൻട്രൽ ഇന്ത്യ. വനമേഖലയായിരുന്ന അവിടം കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. മൗര്യ സാമ്രാജ്യത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾ പല ഭാഷകളായിരുന്നു സംസാരിച്ചിരുന്നത്. ചിലപ്പോൾ പലതരം ആഹാരവും വസ്ത്രവും അവർ ഉപയോഗിച്ചിരിക്കാമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എംപയർ, കിങ്ഡം അഥവാ സാമ്രാജ്യവും രാജ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയാൽ സാമ്രാജ്യങ്ങൾ ഭരിച്ചിരുന്നത് ചക്രവർത്തിമാരാണ്. ഇവർക്ക് റിസോഴ്സസ് രാജാക്കന്മാരെക്കാളും കൂടുതൽ ആവശ്യമായിരുന്നു. വലിയ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഉണ്ടായിരുന്നു. കൂടാതെ സാമ്രാജ്യത്തിൽ നിരവധി ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. നികുതി പിരിക്കലായിരുന്നു പ്രധാനമായിട്ടും ഇവരുടെ ഉത്തരവാദിത്വം. ഒരു സാമ്രാജ്യം ഭരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് മൗര്യ സാമ്രാജ്യം ഉദാഹരണമായി നോക്കാം. സാമ്രാജ്യങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗവും വ്യത്യസ്തമായാണ് ഭരിക്കപ്പെടുന്നത്. പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് ഗവർണേഴ്സ് ആണ്. ഇവർ ആര്യപുര അഥവാ കുമാരന്മാരാണ്. ഓരോ പ്രൊവിൻസും ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ജനപദയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. പ്രാദേശിക, രാജുക, യുക്ത തുടങ്ങിയ ഓഫീസർമാരാണ് ജനപദയ്ക്ക് ഉള്ളത്. തലസ്ഥാനമായ പാടലീപുത്രയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ചക്രവർത്തിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരിക്കും. ബാക്കിയുള്ള പ്രദേശങ്ങളിലും മറ്റും ഉദ്യോഗസ്ഥർ നികുതി പിരിവ് നടത്തുകയും ചക്രവർത്തിയുടെ ഉത്തരവുകൾ നടപ്പിലാക്കുകയും അനുസരിക്കാത്തവർക്ക് പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാൻ ചാരന്മാരും വിവരങ്ങൾ നൽകാൻ ദൂതന്മാരും ഉണ്ടായിരുന്നു. രാജകുടുംബാംഗങ്ങളുടെയും മുതിർന്ന മന്ത്രിമാരുടെയും സഹായത്താൽ രാജാവ് ഭരണം നടത്തിപ്പോന്നു. പ്രാദേശിക ഭരണ സംവിധാനവും നിലവിൽ നിന്നിരുന്നു. അത്തരത്തിൽപ്പെട്ടവയായിരുന്നു ഉജ്ജയിനും തക്ഷിലയും. പ്രാദേശിക ഭരണ സംവിധാനമുണ്ട് എങ്കിലും പാടലീപുത്രയിൽ നിന്നുള്ള കൺട്രോളിലാണ് ഭരണം നടന്നിരുന്നത്. റോയൽ പ്രിൻസസിനെ ഗവർണേഴ്സായി ഇത്തരം പ്രാദേശിക ഭരണ സംവിധാനത്തിലേക്ക് അയക്കാറുണ്ടായിരുന്നു. പ്രാദേശിക ആചാരങ്ങൾ, നിയമങ്ങളൊക്കെ പാലിക്കുകയും ചെയ്തിരുന്നു. വലിയ സാമ്രാജ്യത്തിൽ നിരവധി റോഡുകളും നദികളും ഉണ്ടായിരുന്നു എങ്കിലും ഇവയുടെയെല്ലാം നിയന്ത്രണം മൗര്യന്മാരുടെ കയ്യിലായിരുന്നു. നികുതി പിരിക്കുന്നതിനും പാരിതോഷികങ്ങൾ സ്വീകരിക്കുന്നതിനും ഈ മാർഗങ്ങൾ ആയിരുന്നു മൗര്യന്മാർ ഉപയോഗിച്ചിരുന്നത്. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ വടക്കു പടിഞ്ഞാറ് ബ്ലാങ്കറ്റ്സിന് പ്രാധാന്യമുണ്ടായിരുന്ന സ്ഥലമായിരുന്നുവെന്ന് പറയുന്നു.
സൗത്ത് ഇന്ത്യ സ്വർണത്തിനും വിലപിടിപ്പുള്ള രത്നങ്ങൾക്കും പേര് കേട്ടിരുന്നുവെന്നും പ്രതിപാദിക്കുന്നു. വനമേഖലകളും മൗര്യൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. ഏറെക്കുറെ സ്വതന്ത്ര ജീവിതമായിരുന്നു വനമേഖലകളിൽ താമസിച്ചിരുന്നവർക്ക്. എങ്കിലും ആനകളെയും തടികളും തേന്, അരക്ക് തുടങ്ങിയവയൊക്കെ അവർ മൗര്യൻ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണകാലത്ത് വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഏഷ്യ ഭരിച്ചിരുന്നത് ഗ്രീക്ക് റൂളറായിരുന്ന സെലൂക്കസ് നിക്കേറ്റർ ആയിരുന്നു. അദ്ദേഹം തന്റെ അംബാസഡറായ മെഗസ്തനീസിനെ ചന്ദ്രഗുപ്തന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ബിന്ദുസാരയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകനായ അശോക ചക്രവർത്തിയാണ് സാമ്രാജ്യത്വ ഭരണം ഏറ്റെടുത്തത്. കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന് മനമാറ്റം സംഭവിക്കുകയും ബുദ്ധിസത്തിലേക്ക് തിരിയുകയും ചെയ്തു. ബുദ്ധിസത്തെ ഇന്ത്യക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ അശോകൻ ശ്രമിച്ചു. ധർമ്മപ്രചരണാർത്ഥം ധർമ്മ മഹാമത്താസ് എന്ന മിഷണറീസിനെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രികളിലേക്ക് അയച്ചു. മൗര്യ ചക്രവർത്തിമാരിൽ പ്രഗത്ഭനായിരുന്ന അശോകൻ തന്റെ ഇൻസ്ക്രിപ്ഷനിലൂടെ ജനങ്ങൾക്ക് മെസ്സേജസ് നൽകിയിരുന്നു. അത്തരത്തിൽ മെസ്സേജ് നൽകിയിരുന്ന ആദ്യത്തെ റൂളർ അശോക ആയിരുന്നു. പ്രാകൃത ഭാഷയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇൻസ്ക്രിപ്ഷൻസ് കൂടുതലും. ബ്രഹ്മി സ്ക്രിപ്റ്റ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇനി കലിംഗ വാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ കോസ്റ്റൽ ഒറീസയുടെ പ്രാചീന പേരാണ് കലിംഗ. യുദ്ധത്തിൽ കലിംഗ പിടിച്ചെടുത്തതിന് ശേഷം യുദ്ധത്തിന്റെ ഭീകരതയിലും രക്തച്ചൊരിച്ചിലും കണ്ട് മനംനൊന്ത അദ്ദേഹം പിന്നീട് യാതൊരു യുദ്ധത്തിനും ഇറങ്ങിയിട്ടുമില്ല. യുദ്ധം വിജയിച്ച ശേഷം തന്റെ പിടിച്ചെടുത്ത രാജ്യം കലിംഗ വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിൽ നിന്നും പിന്മാറി. ലോകത്തിലെ അത്തരത്തിൽപ്പെട്ട ഒരേ ഒരു ഭരണാധികാരിയായിരുന്നു അശോക. താൻ പിടിച്ചെടുത്ത രാജ്യം വിട്ടുകൊടുത്ത ലോകത്തിലെ ഒരേ ഒരു ഭരണാധികാരിയായിരുന്നു അശോക. അശോകയുടെ ധർമ്മത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതില് ദൈവത്തെ ആരാധിക്കുന്നതോ ബലികളെക്കുറിച്ചോ യജ്ഞങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ പ്രതിപാദിക്കുന്നില്ല. പിതാവ് തന്റെ മക്കളോട് പഠിപ്പിക്കുന്ന രീതിയിലാണ് പ്രജകളോട് അദ്ദേഹം സംസാരിച്ചത്. ബുദ്ധന്റെ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിന് പ്രചോദനം നൽകി. ധർമ്മത്തെക്കുറിച്ച് ജനങ്ങളെ ബോധിപ്പിക്കാനായി അദ്ദേഹം ധർമ്മ മഹാമത്താസ് എന്ന ഉദ്യോഗസ്ഥരെ നിയമിച്ചു. കൂടാതെ തന്റെ ധർമ്മം കല്ലുകളിലും തൂണുകളിലും കൊത്തിവെച്ചു. അത് സാധാരണക്കാരെ വായിച്ചു കേൾപ്പിക്കാനും ഉദ്യോഗസ്ഥരോട് അദ്ദേഹം പറഞ്ഞു. സിറിയ, ഈജിപ്റ്റ്, ഗ്രീസ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അശോകൻ തന്റെ മെസ്സഞ്ചേഴ്സിനെ ധർമ്മ പ്രചരണാർത്ഥം അയച്ചു. കൂടാതെ റോഡുകൾ പണിയുകയും കിണറുകൾ കുഴിക്കുകയും വിശ്രമ കേന്ദ്രങ്ങൾ പണിയുകയും ചെയ്തു. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉൾപ്പെടെ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ അദ്ദേഹം ഒരുക്കി കൊടുത്തു. ബ്രഹ്മി സ്ക്രിപ്റ്റ് വികസിച്ചു വന്നതാണ് ഇന്നത്തെ മോഡേൺ ഇന്ത്യൻ സ്ക്രിപ്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ മൗര്യ കാലഘട്ടത്തിൽ 2400 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയില് ചക്രവർത്തിമാർ പണിതതായിരുന്നു ചൈനയുടെ വൻമതിൽ. സാമ്രാജ്യത്തിന്റെ വടക്കേ അതിർത്തി ഇടയന്മാരിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് വൻമതിൽ പണിതത്. സാമ്രാജ്യത്തിന്റെ അതിരുകൾ മാറുന്നതനുസരിച്ച് വൻമതിലിന് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി. 2000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായത്. 6400 കിലോമീറ്റർ നീളമുണ്ട് വൻമതിലിന്. കല്ലുകളും ഇഷ്ടികകളുമാണ് ഇത് പണിയാൻ ഉപയോഗിച്ചത്. മതിലിന് മുകളിലുള്ള റോഡുകളും ഉണ്ട്. ആയിരക്കണക്കിന് മനുഷ്യരുടെ അധ്വാനമാണ് ഇതിന്റെ പിന്നിൽ. 100-നും 200 മീറ്ററിനും ഇടയിൽ വാച്ച് ടവേഴ്സും മതിലിൽ ഉണ്ട്. മിലിറ്ററി സിസ്റ്റം നോക്കുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയ ആർമിയാണ് മൗര്യ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നത്. മെഗസ്തനീസിന്റെ ബുക്കിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് കൃഷിക്കാർ കഴിഞ്ഞാൽ എണ്ണത്തിൽ പട്ടാളക്കാരാണ് കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാണ്. അർത്ഥശാസ്ത്രം 3 തരം സൈനികരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 1 പാരമ്പര്യമായി സൈനികരായുള്ളവർ, 2 ഏതൊരു ഗവൺമെന്റിന് വേണ്ടിയും പോരാടുന്ന കൂലിപ്പടയാളികൾ, 3 കരകൗശല തൊഴിലാളികൾ. 6 ലക്ഷം കാലാൾ പടയും 30,000 കുതിരപ്പടയാളികളും 3000 രഥങ്ങളും 9,000 ആനകളും അടങ്ങുന്നതായിരുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ സൈന്യം. സർവ്വസൈന്യാധിപന്റെ കീഴിലായിരുന്നു പട്ടാള ഭരണം. പട്ടാളത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഭരിക്കുന്നതിനും 6 സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നു. ഇനിയും മൗര്യ സാമ്രാജ്യത്തിന്റെ അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കൃഷിയായിരുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ പ്രധാന തൊഴിൽ. ധാരാളം വ്യാപാരികളുള്ള സാമ്രാജ്യമായിരുന്നു. തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിഭജിച്ചിരുന്നു. സ്തൂപങ്ങൾ, വിഹാരങ്ങൾ, തൂണുകൾ, റോക്കഡിക്സ് തുടങ്ങിയവയൊക്കെ മൗര്യ സാമ്രാജ്യത്തിന്റെ ആർക്കിടെക്ചറിന്റെ ഭാഗമായിരുന്നു. മെഗസ്തനീസിന്റെ ഇന്ത്യക്ക, കൗഡില്യന്റെ അർത്ഥശാസ്ത്രം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന സോഴ്സുകളായിരുന്നു.
അശോകന്റെ കാലശേഷം മൗര്യ സാമ്രാജ്യം രാഷ്ട്രീയമായും സാമ്പത്തികമായും തകർന്നു.